ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്ത് വെക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ സ്കൂൾ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ക്വിസ് പ്രോഗ്രാംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കറണ്ട് അഫെയർസ് എന്തായിട്ട് വരും, ആവശ്യമായിട്ട് വരും. അതുപോലെ ഇനിയിപ്പോൾ PSC പോലെയുള്ള എക്സാം എഴുതുന്നവർക്കാണെങ്കിലും ബാക്കി എല്ലാ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കറണ്ട് അഫെയർസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഡെൻ്റൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനും ഡെൻ്റൽ ചികിത്സാ രംഗത്തെ നിയന്ത്രണങ്ങൾ സുതാര്യമാക്കാനും കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പുതിയ പരമോന്നത സമിതി. ഉത്തരം: ദേശീയ ഡെൻ്റൽ കമ്മീഷൻ, നാഷണൽ ഡെൻ്റൽ കമ്മീഷൻ, NDC. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് സ്ത്രീകളെ അവബോധരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ അവതരിപ്പിച്ച ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ ടൂൾ കിറ്റ്. ഉത്തരം: ട്രൂ സൈബർ സഖി. മൂന്നാമത്തെ ചോദ്യം: ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ഗുജറാത്താണ് ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനം. നെക്സ്റ്റ് വൺ: മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ അദാനി ഡിഫൻസ് നിർമ്മിച്ച 7.62 mm കാലിബർ ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ, അവയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം: പ്രഹർ. അടുത്ത ക്വസ്റ്റ്യൻ: KK ബിർള ഫൗണ്ടേഷൻ്റെ 2025 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായതാര്? ഉത്തരം: രാം കുമാർ മുഖോപാധ്യായ. അടുത്ത ചോദ്യം: 1961 പഴയ ആദായ നികുതി നിയമത്തിന് പകരമായി ആദായ നികുതി നിയമം 2025 ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഉത്തരം: 2026 ഏപ്രിൽ 1. അപ്പോൾ പുതിയ ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2026 ഏപ്രിൽ 1. അടുത്ത ചോദ്യം: ഇറാനുമായുള്ള US ഇസ്രായേൽ സംഘർഷം മൂലമുണ്ടായ ഊർജ പ്രതിസന്ധി കണക്കിലെടുത്ത് ഇന്ധന റേഷനിംഗ് നടപ്പിലാക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യം? സ്ലൊവേനിയയാണ് ഇന്ധന റേഷൻ നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം CCTS നടപ്പിലാക്കുന്നതിനായി 2026 ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BEE വികസിപ്പിച്ച കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം? ഉത്തരം: ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് പോർട്ടൽ. അടുത്ത ചോദ്യം: കേരള ഹൈക്കോടതിയുടെ ആദ്യ അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായത്? അഡ്വക്കേറ്റ് P. ശ്രീകുമാർ. അടുത്ത ചോദ്യം: ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേന നടപ്പിലാക്കുന്ന പ്രത്യേക ദൗത്യം? ഓപ്പറേഷൻ ഊർജ സുരക്ഷ. ഈ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഊർജ സുരക്ഷ. 11ാമത്തെ ചോദ്യം: 2026 G7 ഉച്ചകോടിയുടെ വേദി? ഉത്തരം: ഏവിയൻ ലെസ് ബെയിൻസ്. ഫ്രാൻസിലെ ഏവിയൻ ലെസ് ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിയുടെ വേദിയാകുന്നത്. അടുത്ത ചോദ്യം: ഇൻഡിഗോയുടെ പുതിയ CEO ആയി നിയമിതനായത്? വില്യം വാർഷ്. വില്യം വാർഷാണ് ഇപ്പോഴത്തെ ഇൻഡിഗോയിലെ പുതിയ CEO. അടുത്തത്: 2026 ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം: ഗഡ് ഫാൾട്ടിങ്സ്. ഗഡ് ഫാൾട്ടിങ്സ് ആണ് 2026 ആബേൽ പുരസ്കാരത്തിന് അർഹനായത്. നേപ്പാളിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര്? ബാലേന്ദ്ര ഷാ. നേപ്പാളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ബാലേന്ദ്ര ഷാ. അടുത്ത ചോദ്യം: 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ പ്രശസ്ത സാൻഡ് ആർട്ടിസ്റ്റ് ആര്? സുദർശൻ പട്നായിക്.
സുദർശൻ പട്നായിക്കാണ് 2027 സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത്. അടുത്ത ചോദ്യം, അടുത്തിടെ ബാഡ്മിൻ്റൺ മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരം ആര്? കരോലിന മാരിനാണ് ബാഡ്മിൻ്റൺ മത്സരങ്ങളിൽ നിന്ന് ഈ അടുത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 2026 ഫോർമുല 1 ജപ്പാനീസ് ഗ്രാൻഡ് പി കിരീട ജേതാവ്? കിമി ആൻ്റനെല്ലിയാണ് 2026 ഫോർമുല 1 ജപ്പാനീസ് ഗ്രാൻഡ് പി കിരീട ജേതാവ്. അടുത്ത ചോദ്യം, 2025 ലോക ആർച്ചറി അവാർഡിൽ മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ശീതൽ ദേവി. അടുത്തത്, 2026 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം? ഉത്തരം അർജൻറ്റീനയാണ് 2026 മാർച്ചിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യം. അടുത്ത ചോദ്യം, വ്യാജ നിക്ഷേപ പദ്ധതികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിയുന്നതിനും പരാതികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച കേന്ദ്രീകൃത ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനം? ഉത്തരം സജേത് പോർട്ടൽ. അടുത്ത ചോദ്യം, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പർവ്വതാരോഹകൻ? ഉത്തരം ഭൂപതി രാജു അൻമിഷ് വർമ്മ. അടുത്ത ചോദ്യം, 2026 ലോക യൂത്ത് പാർലമെൻറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്? ഉത്തരം സ്തുതി പ്രധാൻ. സിക്കിം സ്വദേശിനിയായ സ്തുതി പ്രധാനാണ് 2026 ലോക യൂത്ത് പാർലമെൻറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. അടുത്ത ചോദ്യം, കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം കൈലാഷ് സത്യാർത്ഥി. അടുത്ത ചോദ്യം, 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? മാൾട്ടയാണ് 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഏത്? ഉത്തരം ഛത്രപതി സംഭാജി മഹാരാജ് കോസ്റ്റൽ റോഡ്. മുംബൈയിലുള്ള ഛത്രപതി സംഭാജി മഹാരാജ് കോസ്റ്റൽ റോഡാണ് ആദ്യത്തെ മ്യൂസിക്കൽ റോഡായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അങ്കണവാടി കുട്ടികൾക്കായി ടോളി മുദ്ദ എന്ന പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? തെലങ്കാനയിലാണ് ടോളി മുദ്ദ എന്ന പ്രഭാത ഭക്ഷണ പദ്ധതി അങ്കണവാടി കുട്ടികൾക്കായി ആരംഭിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വോട്ടർമാരിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ വോട്ടവകാശത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കേരള സംസ്ഥാന നിയമസേവന അതോറിറ്റി, ഇലക്ഷൻ കമ്മീഷൻ, ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിൻ? ഉത്തരം എൻ്റെ വോട്ട് എൻ്റെ ശക്തി. അടുത്ത ചോദ്യം, നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശിലാണ് നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വന്യജീവി മേൽപ്പാലം ആനിമൽ ഓവർപാസ് നിലവിൽ വന്നത് എവിടെ? ഉത്തരം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ഏറ്റവും വലിയ ആനിമൽ ഓവർപാസ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ലോക ആരോഗ്യ ദിനം എന്ന്? ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ച പാർലമെൻ്ററി കമ്മിറ്റി ഓൺ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം നിഷികാന്ത് ദുബെ. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി? ഉത്തരം മംഗോളിയയിലാണ് 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്.
അടുത്ത ചോദ്യം, ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച ജപ്പാനീസ് കമ്പനി ടക്കേഡ ഫാർമസ്യൂട്ടിക്കൽ വികസിപ്പിച്ച വാക്സിൻ ക്യൂഡിങ്ക എന്നാണ് ആ വാക്സിൻ്റെ പേര്. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ രക്തച്ചുവപ്പ് നിറത്തിലുള്ള ആകാശത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ഉത്തരം നാരെല്ലെ ചുഴലിക്കാറ്റ്. അടുത്ത ചോദ്യം, തുറമുഖ മാനേജ്മെൻറ്റിനായി ഡിജിറ്റൽ ട്വിൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം. ഉത്തരം VO ചിദംബരനാർ തുറമുഖം. അടുത്ത ചോദ്യം, ചരക്ക് ഗതാഗതത്തിന് മാത്രമുള്ള ലോകത്തിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം. ഉത്തരം ജപ്പാനാണ് ചരക്ക് ഗതാഗതത്തിന് മാത്രമായി ലോകത്തിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്റ്റ് 17A പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 5ാമത്തെ അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ. ഉത്തരം INS ദുനഗിരി. അടുത്ത ചോദ്യം, പഠനഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് സജ്ജമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നീതി ആയോഗിൻ്റെ പിന്തുണയോടെ പ്രോജക്റ്റ് ആസ്പയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഏപ്രിലിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ടോം ലാമാണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഡോക്ടർ ധീരജ് കക്കാഡിയ എഴുതിയ പുസ്തകമാണ് മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ വിയറ്റ്നാമിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ലേ മിൻ ഹങ് ആണ് വിയറ്റ്നാമിൻ്റെ പുതിയ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കുന്നതിനായി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച പദ്ധതി. ഉത്തരം ടെറാഫാബ്. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത് അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി. ഉത്തരം INS അരിദമൻ. അടുത്ത ചോദ്യം, 2026 ഏപ്രിലിൽ കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം ലഫ്റ്റനൻറ്റ് ജനറൽ ധീരജ് സേത്ത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 45 ചോദ്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.